ഹലോ ഹായ് നമസ്കാരം. ബെസ്റ്റ് ബാറ്ററി ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം KSEBയുടെ പുതിയ മീറ്റർ സംവിധാനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്മാർട്ട് മീറ്റർ വരുന്നു, TOD ബില്ലിംഗ് വരുന്നു. അതിൽ TOD ബില്ലിംഗ് എന്താണ്? TOD ബില്ലിംഗ് അതാണെന്ന് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്ന വിഷയം. എങ്ങനെ TOD ബില്ലിംഗ് നമ്മൾ സോളാറിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയാണ്. TOD ബില്ലിംഗ് എന്താണെന്ന് ആദ്യം അറിയണം. അത് ടൈം ഓഫ് ദി ഡേ ആണ് TODയുടെ ഫുൾ ഫോം വരുന്നത്. അതായത് നമ്മുടെ ദിവസത്തെ മൂന്നായി തരംതിരിക്കും ടൈമിന്. അതായത് 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞാൽ 6 മണി മുതൽ 10 മണി വരെ പീക്ക് ടൈം, അതിനുശേഷം 10 മണി തൊട്ട് 6 മണി വരെ വേറെ, അങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു. അതിൽ 3 ടൈമിലും വരുന്ന ബില്ലിങ്ങുകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി നമുക്ക് വരുന്ന ബില്ലിങ്ങിൽ മാറ്റം വരുത്തി 6 മണി ഉള്ള ആ ഒരു സമയം ഫസ്റ്റ് ബില്ലിങ് വരുന്നത് നമുക്കൊരു 7:50 8:50 ഒക്കെ ആയിട്ടുണ്ട് ബില്ലിങ്. അത് കഴിഞ്ഞ് 6 മണി തൊട്ട് 10 മണി വരെയുള്ള പീക്ക് ടൈം, നമ്മൾ ഏറ്റവും അധികം കറണ്ട് യൂസ് ചെയ്യുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഏകദേശം ഒരു 10 രൂപ 20 പൈസ ആ റേഞ്ചിൽ ബില്ലിങ് വരും. അതിനുശേഷം 10 മണിക്ക് ശേഷം അത് 300 കുറവ് 7 സംതിങ് 7.6 ആ റേഞ്ചിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മൾ വീടുകളിൽ 500 യൂണിറ്റ് കൂടുതൽ വരുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഇത് ബാധിക്കും. കാരണം 500 1000 യൂണിറ്റൊക്കെ വരുന്ന ഇത് TOD ബില്ലിങ് സാധാരണ ഇൻഡസ്ട്രികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ വീടുകളിലേക്ക് അവർ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ ഒരു വ്യത്യാസം നല്ല രീതിയിൽ നമ്മുടെ ബില്ലിങ്ങിൽ ബാധിക്കും. അപ്പോൾ സോളാർ വെച്ചുള്ള ആൾക്കാർക്കൊക്കെ ഒരു സംശയം, ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും സംശയങ്ങളുണ്ട്. ഓൺ ഗ്രിഡ് 6 മണിക്ക് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈമുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചപ്പടി വിധികൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ബെല്ലൈക്കൺ അടിക്കുക, ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു ചപ്പടി വിധി, അതായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഓൺ ഗ്രിഡ് വെച്ച ആൾക്കാർക്ക് എങ്ങനെ TOD ബില്ലിങ്ങിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.